വോട്ടുകൊള്ളയിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുന്നതിനിടെ പാർലമെന്റിൽ സുപ്രധാന ബില്ലുകളുമായി കേന്ദ്ര സർക്കാർ 5 വർഷമോ അതിലധികമോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം തടവിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാരെ നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാന കേന്ദ്രമന്ത്രിമാർക്ക് പുറമെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നിവർക്കും ഇത് ബാധകമാകും. പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ബില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സുപ്രധാന ബില്ലല്ല, അതൊരു കാടത്ത ബില്ലാണ്. കാരണം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിലെ എതിരാളികളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിനും ഏകാധിപത്യ പ്രവണത വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ബില്ലാണിത്. ഇപ്പോൾ ഇ ഡി വിചാരിച്ചാൽ ആരെ വേണമെങ്കിലും 30 ദിവസത്തേക്ക് ജയിലിലിടാം. 30 ദിവസത്തേക്ക് ജയിലിലിട്ടാൽ അത് മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ഓട്ടോമാറ്റിക്കലായിട്ട് അവർ ആ പദവിയിൽ നിന്നും നീക്കം ചെയ്യപ്പെടുകയാണ്. ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട അവരെ നീക്കാനുള്ള പവർ ഇൻഡയറക്റ്റായിട്ട് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. തമാശക്ക് അവർ പ്രധാനമന്ത്രിയുടെ പേരും കൂടി ചേർത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ ആരാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? പ്രധാനമന്ത്രിക്കെതിരെ ഏത് ക്യാബിനറ്റാണ് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്? ഒരു കാര്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിക്കോ. അവരുടെ ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളെ വിരട്ടാൻ കൂടിയിട്ടുള്ള ബില്ലാണിത്. ഗവർണർമാരെ ഉപയോഗിച്ച് ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന അസ്ഥിര അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ വേണ്ടി ജനാധിപത്യത്തിൽ സംശുദ്ധി കൊണ്ടുവരാനെന്നുള്ള പേരിൽ വളരെ മാരകമായിട്ടുള്ള ദുർവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുകളുള്ള ഒരു ബില്ലുമായിട്ട് അമിത്ഷാ രംഗത്ത് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനെ അതിശക്തമായി എതിർക്കേണ്ടതാണ്. ഇത് ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ബില്ലാണ്. ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ, പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്.